നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാരും നടിമാരും ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തിലകനും വേണുവും നെടുമുടി വേണുവും ഒക്കെ തന്നെ നമ്മളുടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഇന്നസെൻ്റൊക്കെ നമ്മൾക്ക് കുടുകുടേ ചിരിപ്പിച്ച സിനിമാ നടനായിരുന്നു, മാത്രമല്ല രാഷ്ട്രീയ നേതാവായിരുന്നു. അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മരണങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മളെ ഞെട്ടിച്ചതാണ് ശ്രീനിവാസൻ. അതേപോലെ നമ്മൾക്കറിയാം നമ്മുടെ ശ്രീകുമാർ. ആ ശ്രീകുമാർ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം. ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം കടന്നു പോയിട്ട് എത്ര വർഷങ്ങളായി. പിന്നീട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരേ സമയത്ത് 4, 5, 6 സിനിമകളിൽ അഭിനയിച്ച വല്ലാത്ത പ്രതിഭയായിരുന്നു, മഹാസംഭവമായിരുന്നു നമ്മുടെ ശ്രീകുമാർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഹ്വലതകളുണ്ടാകുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീനിവാസൻ്റെ മരണം ശരിക്കും മലയാളികളെ ഞെട്ടിക്കാൻ കാരണം മലയാളികളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ അടിവരയിട്ട് കൃത്യമായി വിമർശനത്തോടു കൂടി അവതരിപ്പിക്കുകയും അത് കൃത്യമായി നിയമപരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും അങ്ങനെ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കാൻ. നിങ്ങളൊന്നും മറ്റുള്ളവരുടെ അടിമകളായി മാറരുത്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിമകളാക്കി മാറ്റി ഉള്ളൊരു കാലഘട്ടത്തിൽ ആ അടിമകളായി നിങ്ങൾ നിൽക്കരുത് എന്ന് നമ്മെ പഠിപ്പിച്ചുള്ള ഒരാളാണ് ശ്രീനിവാസൻ. അതിൻ്റെ കൃത്യമായി തിക്തഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേരോടെ പിഴുതെറിഞ്ഞിട്ടുള്ളൊരു ഏകാധിപതിയെ അടക്കം നേരത്തെ ശ്രീനിവാസൻ പറയാതെ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അപജയങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാരാണെന്ന് വെച്ചാൽ അത് ശ്രീനിവാസനാണ്. വളരെ തന്മയത്വത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ശ്രീനിവാസനും ശങ്കരാടിയും ഒക്കെ ഉൾപ്പെട്ട താത്വിക ചർച്ച നമുക്കറിയാവുന്ന കാര്യമാണ്. ആ താത്വിക ചർച്ചയെ കുറിച്ചിട്ട് ജീവിതകാലം മുഴുവൻ നമ്മുടെ മലയാളി ഉള്ളിടത്തോളം കാലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിടത്തോളം കാലം നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് ചിരിച്ച് മണ്ണുകപ്പം. അതെന്താണോ ശ്രീനിവാസൻ അന്ന് ശങ്കരാടിയിലൂടെയും ശ്രീനിവാസനിലൂടെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ജീർണതകളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത കടിച്ച ഭാഷയിൽ പറയുക എന്നുള്ളതാണ് പാർട്ടിയുടെ താത്വികാചാര്യന്മാർ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ ചെയ്തത്. ഇപ്പോൾ തൊപ്പിയിട്ടപ്പോഴും പറയുന്നത് എം.വി. ഗോവിന്ദൻ തോറ്റിട്ടില്ല എന്നാണ്. അത് തന്നെയാണ് അവരുടെ താത്വികാചാര്യന്മാരുടെ കടിച്ചാൽ പൊട്ടാത്ത, ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ശ്രീനിവാസൻ്റെ ഒരു പ്രസംഗം നമ്മൾ കേൾക്കേണ്ടതാണ്. മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്ന് പ്രേക്ഷകരോട് പരസ്യമായി മമ്മൂട്ടി ഇരിക്കെ വിളിച്ചു പറഞ്ഞ ആ ശ്രീനിവാസൻ്റെ പ്രസംഗം ഒന്നും കേൾക്കാതെ പോകരുത്, നമുക്ക് കേട്ട് നോക്കാം. സദസ്സിലുള്ള ബഹുമാന്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മഹാത്ഭുത പ്രതിഭാസമേ, മഹാത്ഭുത പ്രതിഭാസത്തിനും ഈ അത്ഭുത പ്രതിഭാസത്തിൻ്റെ ആശംസ. ഈ അണിയിച്ച പൊന്നാടയിലൊന്നും ഒരു തരി പൊന്നില്ല. അതുകൊണ്ട് ആരും തന്നെ അക്കാര്യത്തിൽ എന്നോട് അസൂയപ്പെടുകയും വേണ്ട. ഈ ആദരിക്കുക എന്ന് പറയുന്നത് നല്ല മനസ്സുകളുടെ ലക്ഷണമാണ്. പക്ഷെ ആദരിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്നെ ആദരിക്കണം എന്ന് പറഞ്ഞ് മംഗളത്തിന്റെ പ്രവർത്തകർ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്നെ അവഹേളിക്കുക, ഞാൻ വരാം. അവർ സമ്മതിച്ചില്ല, ആദരിച്ച് അടങ്ങുന്നു. മമ്മൂട്ടി ഇവിടെ ഒരു സെന്റൻസ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു. കുറച്ച് നാളായിട്ട് വിചാരിക്കുക ഇയാളെ ഒന്ന് ആദരിക്കണം, എന്തോ തല്ല് തരാൻ പറ്റില്ല. കാരണം സംഭാഷണം പറയുന്നതിൽ ആ ടോൺ എങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ശബ്ദ ക്രമീകരണത്തിലൂടെ തെളിയിച്ചിട്ട് നടന്റെ ടോണാകുമ്പോൾ ഞാനത് വളരെ ശ്രദ്ധിക്കണം. കുറെ നാളെ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ആദരിക്കണം. അദ്ദേഹത്തിനും
ഇവിടെ ഉപഹാരം സമർപ്പിച്ചു. അദ്ദേഹത്തെ പറ്റി ഒരു സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഇതൊക്കെ വളരെ സന്തോഷമായി തോന്നുന്നല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു സിനിമാ ഭ്രാന്തനാണ് എന്നാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹം തനി സിനിമാ ഭ്രാന്തനായിരുന്നു. 1980 വിൽക്കാനുള്ള സ്വപ്നങ്ങൾ അതിൻ്റെ അല്പഭാഗം ട്രെയിലർ പറഞ്ഞു. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ അതിൽ അഭിനയിക്കാൻ വേണ്ടി ആ വരാന്തയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പരിചയമില്ലാത്ത ശബ്ദത്തിൽ ശ്രീനിവാസൻ എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. കണ്ട മാത്രയിൽ തന്നെ ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നേക്കാൾ ഒരുപാട് ഹൈറ്റ്. എന്നിട്ട് ഒറ്റ വെറുപ്പിൽ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അത് ശരി, പാട്ടിത്താണല്ലേ വീട്, അച്ഛൻ്റെ പേര് ഉണ്ണി, അമ്മയുടെ പേര് ലക്ഷ്മി, കതിരൂർ ഹൈസ്കൂളിലാണല്ലേ പഠിച്ചത്, പഴശ്ശിരായ NSS കോളേജിലല്ലേ പഠിച്ചത്, അവിടെ നിന്ന് ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി, സംഘഗാനം, മണിമണ്ഡലം തുടങ്ങിയ സിനിമയിൽ അഭിനയിച്ചു, നിങ്ങൾ ക്രിസ്ത്യൻ ആർട്സിൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചത്, ആ നാടകം ഞാൻ കേട്ടിരുന്നു, തുടങ്ങി ഒരു വീർപ്പിൽ ഞാൻ പോലും ഓർമ്മിക്കാത്ത കാര്യങ്ങൾ പുള്ളി എന്നോട് പറഞ്ഞു. ദിലീപ് വിചാരിക്കണം ഇത് സത്യമല്ലാന്നല്ല, സത്യമല്ല, ഒട്ടും വിശ്വാസമില്ലാത്തല്ലോ നമുക്ക്. അപ്പൊ ഞാനൊന്ന് 1-2 സിനിമയിൽ മാത്രം അഭിനയിച്ച തികച്ചും അപ്രസക്തനായ ഒരു നടനെ കുറിച്ച് പോലും വളരെ വിശദമായി മനസ്സിലാക്കി വെച്ച് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് ഭ്രാന്തല്ലാതെ മറ്റെന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാഷൻ, ഭ്രാന്തിൻ്റെ അടുത്തോളം എത്തുന്ന ആ ഒരു പാഷനാണ് മമ്മൂട്ടിയെ ഇന്നുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചത്. അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഉള്ള ഒരു ലെവലിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത് ഈ ഭ്രാന്തമായ ഈ പാഷൻ എന്ന് പറയുന്ന സംഗതിയാണ് സിനിമയോടുള്ള. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ പറഞ്ഞു, മൈൻഡ് ഈസ് എവറിത്തിങ്, യു ബിക്കം വാട്ട് യു തിങ്ക്. ഞാൻ വലിയ ഇംഗ്ലീഷുകാരനൊന്നുമില്ല, എന്നാൽ പറയും, മൈൻഡ് ഈസ് എവറിത്തിങ്, യു ബിക്കം വാട്ട് യു തിങ്ക്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഇഫ് യു ഹാവ് എ ഡ്രീം യു ക്യാൻ മേക്ക് ഇറ്റ്. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലേ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും. മമ്മൂട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് അത്രയധികം ഒരു പാഷൻ ഒരുപക്ഷെ ഞാനിന്ന് ഓർമ്മിക്കുമ്പോൾ എനിക്ക് സിനിമയോട് ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. ഞാൻ വളരെ കൂടുതൽ ആഗ്രഹിച്ചത് നാടകത്തിൽ പ്രവർത്തിക്കാനായിരുന്നു. സിനിമ ആഗ്രഹിക്കാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, അതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. മദ്രാസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ പോയത് പിന്നീട് നാടകത്തിൽ നല്ലൊരു നടനായി മാറാം എന്നുള്ള ഉദ്ദേശത്താണ്. പക്ഷേ അവിടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സംഗതി വന്ന് എല്ലാം മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാനല്ല ഒരു കാര്യവും എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചത് ഞാനല്ല. ആദ്യ ചിത്രമായ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അതിന് സംവിധായകൻ ശ്രീ ടി എ ബക്കർ എറണാകുളത്ത് വന്നാൽ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചാൻസ് ചോദിച്ചല്ല, ചോദിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷേ പല പല ആളുകൾ ചേർന്ന് എൻ്റെ ഒരു ഡെസ്റ്റിനി തീരുമാനിക്കുകയായിരുന്നു. പ്രിയദർശൻ ഞാൻ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധപൂർവ്വം എന്നോട് തിരക്കഥ എഴുതാൻ ആവശ്യപ്പെട്ടു. പിന്നീട് സത്യനന്ദിക്കാട് എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു തിരക്കഥകൾ എഴുതാൻ. സ്വതവേ മടിയനായ ഞാൻ ഇങ്ങനെ പലരുടെയും നിർബന്ധത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് സത്യം. ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് സ്വപ്നങ്ങൾ കാണാൻ അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ
ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്വപ്നം കാണുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ആളുകൾക്ക് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. പക്ഷേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചത് സത്യമായും ഡെസ്റ്റിനി ആയിരുന്നു. ഞാൻ പഠിച്ചത് കതിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. വടക്കൻപാട്ടിലെ ഉദയനൻ്റെ കഥയിലൊക്കെ കതിരൂർ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രം കളരി അഭ്യാസം. അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പോലെ ആ ഹൈസ്കൂളിൽ ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂർ നേരം കളരി പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ആ ക്ലാസ്സുകളിൽ മുടങ്ങാതെ പോകുമായിരുന്നു. വളരെ കർശനമായി ഞാൻ കുറേ കളരി അഭ്യാസങ്ങൾ പഠിച്ചു. അങ്ങനെ കോളേജിലെത്തിയപ്പോൾ എനിക്ക് കളരി അഭ്യാസമൊക്കെ അറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ 2 വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും ഒരു അടിപിടിയുടെ പക്കത്ത് ഞാനൊരു സംഘടനയുടെ ആളാണ്. അടി തുടങ്ങിയപ്പോൾ ഞാൻ ഓടാനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇയാളെ പിടിച്ച് മുന്നിലെടുത്ത് ഇയാൾക്ക് അഭ്യാസം അറിയാമെന്ന്. അങ്ങനെ ഓടാനും നിവർത്തിയില്ല. അങ്ങനെ ഞാൻ അടിപിടിയുടെ മുൻവശത്തേക്ക് ചെന്നു. പിന്നെ എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല. അന്നാണ് എനിക്കൊരു സത്യം മനസ്സിലായത്, നിലത്ത് നിന്നാലേ അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ. ആ സംഘടനത്തിൽ ഞാൻ കാഞ്ഞു പോയിരുന്നെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമായിരുന്നില്ല, തിരക്കഥ എഴുതുമായിരുന്നില്ല, സംവിധായകനാകുമായിരുന്നില്ല, മുകേഷിനെ പോലുള്ള ഒരു ദുഷ്ടന്റെ കൂടെ ചേർന്ന് സിനിമ നിർമ്മിക്കേണ്ടി വരുമായിരുന്നില്ല, ഈ ആദരിക്കൽ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നില്ല. എല്ലാം തീരുമാനിച്ചത് ഡെസ്റ്റിനിയാണ്. എല്ലാവർക്കും എല്ലാത്തിനും മംഗളത്തിനും എല്ലാം നന്ദി, നമസ്കാരം.